ഹലോ. ഇന്ന് നമുക്ക് ഒരു അടിപൊളി മാങ്ങാക്കറി തയ്യാറാക്കിയാലോ? നമ്മൾ മലയാളികൾക്കെല്ലാം പഴമയുടെ രുചിക്കൂട്ടെന്ന് പറയുന്നത് ഒരു പ്രത്യേക ഇഷ്ടം തന്നെയാണല്ലേ? നമ്മുടെ അമ്മയൊക്കെ പണ്ട് കുട്ടിക്കാലം തൊട്ട് നമുക്ക് തയ്യാറാക്കി തന്നിട്ടുള്ള കറികളോട് നമുക്ക് എന്നും ഒരു വല്ലാത്ത ഇഷ്ടം കൂടുതലാണ്. അത് നമ്മൾ എത്ര വളർന്നാലും നമ്മളോടൊപ്പം ആ രുചിക്കൂട്ടും ഉണ്ടാവും അല്ലേ? ഇതാ നല്ല കുറുകിയ അടിപൊളി മാങ്ങാക്കറിയാണ്. ഇതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ? വളരെ എളുപ്പമാണ്. ഇതിപ്പം 4 മാങ്ങയാണ് ഞാൻ അറുത്തെടുത്തത്. ഇവിടുത്തെ മാവില തന്നെയാണ്. ഇത് പുളിയുള്ള മാങ്ങ ആയതുകൊണ്ട് എനിക്ക് 2 എണ്ണത്തിൻ്റെ ആവശ്യമേ വന്നുള്ളൂ. ആ 2 മാങ്ങ ഞാൻ കഴുകിയിട്ട് തോലോടുകൂടി തന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. ഇതിൻ്റെ തോലും കൂടെ ഇടുന്നതാണ് നല്ലത്. തൊലി കളയാണ്ട മാങ്ങ ചികി എടുക്കുന്നതാണ് ഇതിന് ഏറ്റവും ടേസ്റ്റ്. ഇതേപോലെ നമ്മൾ അച്ചാറിടുമ്പോഴും അതിൻ്റെ തൊലി കളയാറില്ലല്ലോ, അതേപോലെ തന്നെ ഇങ്ങനെ മാങ്ങ തൊലിയോടുകൂടി ചെറിയ പീസാക്കി എടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇടണം. മിക്സിയുടെ ജാറിലേക്ക് എല്ലാം ഇട്ടിട്ട് നമുക്കിത് ആദ്യം ഒന്ന് അരച്ചെടുക്കണം. ഒരു അല്പം വെള്ളം ഒഴിച്ച് വേണം ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട്. അരച്ചെടുത്ത് മാങ്ങ എടുത്തിട്ട് ഇനി അതിലേക്ക് നമുക്ക് ഈ രൂപത്തിലായിരിക്കും അരഞ്ഞ് കിട്ടുക. ചെറിയ പീസുകൾ അതിലുണ്ടാകും, കുഴപ്പമില്ല. ഇനി നമ്മൾ ബാക്കി ചേരുവകളും കൂടെ ഇട്ട് ഇതൊന്ന് അരയ്ക്കാം. അതിലേക്ക് ഒരു 10ഓളം ചെറിയ ഉള്ളി വൃത്തിയാക്കിയത് ചേർക്കണം. പിന്നെ ചേർക്കേണ്ടുന്ന ഒരു കൈപ്പിടി അളവ് തേങ്ങ, അതായത് നമ്മളിത് കറിക്ക് ആവശ്യമായ തേങ്ങ. പിന്നെ മഞ്ഞൾപ്പൊടി ചേർക്കുക. എരിവിന് വേണ്ട പച്ചമുളക്. എനിക്ക് എരിവ് കുറച്ച് മതി, അതുകൊണ്ട് ഒരു പച്ചമുളക് ഞാൻ മുറിച്ച് അതിലേക്ക് ഇട്ടു. പിന്നെ ഇനി അതിലേക്ക് ഒരു ചെറിയ 2 കഷ്ണം ഇഞ്ചി, ഒരു 3 അല്ലെങ്കിൽ 4 അല്ലി വെളുത്തുള്ളി, പിന്നെ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് അതിനെ വീണ്ടും വളരെ നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക. ഇങ്ങനെ നന്നായിട്ട് അരച്ച് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് പിന്നെ ഇത് തയ്യാറാക്കുന്ന പാത്രം വെച്ച് ചൂടാക്കാം. ആ ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും നമുക്കതിലേക്ക് ആദ്യം ചേർക്കേണ്ടത് 1 സ്പൂൺ ഉലുവയാണ്. 1 സ്പൂൺ ഉലുവയിട്ട് ഉലുവ പൊട്ടും. എണ്ണ ചൂടാകുമ്പോൾ അത് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് 1 സ്പൂൺ കടുക് ചേർക്കാം. ആ കടുകും പൊട്ടി കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു 7-8 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് മൂപ്പിക്കണം. ഉള്ളി ഏകദേശം മൂത്ത് വരുന്ന സമയത്തേക്ക് അതുവരെ ഒന്ന് ഇളക്കി ലോ ഫ്ലെയിമിലിട്ട് ഇളക്കി മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് 2-3 വറ്റൽമുളക് കീറിയത് അതിലേക്ക് ഇടാം. അതായത് മുറിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കണം. അതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അത് മൂപ്പിച്ചെടുത്തതിന് ശേഷം ആ വറ്റൽമുളക് മൂത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഈ ഓരോന്നും ഓരോ ഘട്ടമായി ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാത്തിനും മൂപ്പിന് പല പല വ്യത്യാസങ്ങളുള്ളതുകൊണ്ടാണ് ഓരോന്നായി ചേർക്കുന്നത്. കറിവേപ്പില ചേർക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു 1/2 സ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കണം. ജീരകവും കൂടെ എണ്ണയിൽ മൂത്തതിന് ശേഷം കറിവേപ്പില ചേർത്താൽ മതി. കറിവേപ്പില നല്ല തിളച്ച എണ്ണയുണ്ട്, അപ്പോഴത്തേന് ഇട്ട ഉടനെ പൊട്ടി അതങ്ങ് മൂത്തോളും. ഇതെല്ലാം നന്നായിട്ട് മൂത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മിക്സിയിൽ അരച്ചു വച്ചിരിക്കുന്ന മാങ്ങയും തേങ്ങയും എല്ലാം കൂടെ അരച്ചല്ലോ, ആ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആദ്യം വെള്ളം ചേർക്കാതെ നന്നായിട്ട് എല്ലാം ചേർത്തൊന്ന് ഇളക്കിയിട്ട് മിക്സിയുടെ ജാറിൽ ഒരല്പം വെള്ളവും കൂടെ ചേർത്ത് അതിലിളക്കണം. വെള്ളം ചേർക്കുന്നത് നമ്മുടെ കറിക്കനുസരിച്ച്, നീട്ടിയാണ് കറി വേണ്ടത് കുറച്ച് കൂടുതൽ ചേർക്കാം. ഞാൻ തിക്കായിട്ട് നല്ല ഗ്രേവി തിക്കായിട്ടാണ് എടുത്തത്, അതിനനുസരിച്ചുള്ള വെള്ളമാണ് ഞാൻ ചേർത്തത്. ഇത് ഞാൻ തയ്യാറാക്കിയ ഒഴിച്ചുകറി രൂപമാണോ എന്ന് വെച്ചാൽ അങ്ങനെ അത്രയും നീട്ടിയല്ല ചെയ്തത്. എന്നാൽ മീൻകറിയുടെയൊക്കെ ഗ്രേവി ഇരിക്കുന്നത് പോലെ ഒരു തിക്കായ ഗ്രേവിയിലാണ് ഞാൻ തയ്യാറാക്കിയത്. നമുക്ക് ഗ്രേവിക്ക് അനുസരിച്ച് ഇത് നീട്ടിയോ കുറുക്കിയോ എടുക്കാം. ആ രീതിയിൽ വെച്ചിട്ട് ഞാൻ പിന്നെ ചേർക്കേണ്ട കുറച്ച് കായപ്പൊടി ചേർക്കണം. കായപ്പൊടിയും കൂടെ ചേർത്തിട്ട് അത് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. മിക്സാക്കുമ്പോൾ നമ്മളിത് ഇളക്കിക്കൊണ്ട് തന്നെ ഇത് ചൂടാക്കണം, അല്ലാതെ തിളയ്ക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് മാറും. നന്നായിട്ട് തിളയ്ക്കാതെ സൈഡിൽ തിള വരുന്നതനുസരിച്ച് നമ്മളിത് ഇളക്കിക്കൊണ്ടേയിരുന്ന് നന്നായിട്ട് ഈ കറി ചൂടാക്കി എടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് താളിക്കേണ്ട ആവശ്യമില്ല, ഇതെല്ലാം ചേർത്ത് വെച്ചേക്കാണ്. ഇത് കറി നമുക്കൊന്ന് നന്നായിട്ട് ചൂടായി കിട്ടിയാൽ മതി. ഇത് സൈഡിൽ ഇങ്ങനെ തിള വരുന്നു, ആ സമയത്തേക്ക് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും അതിൽ തിള വരുന്നത് നോക്കാം. ചുറ്റും 4 വശത്തും നന്നായിട്ട് 4 വശങ്ങളിൽ മാത്രം തിള നന്നായിട്ട് വരുന്ന സമയമാകുമ്പോൾ ഇതാ വരുന്നു. ഇനി നമുക്കത് ഫ്ലെയിം ഓഫാക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും ആ ചൂട് ഒന്നും കൂടെ ഇളക്കി കൊടുത്താൽ മതി. ഇളക്കിയിട്ട് നമുക്ക് ഇനി അതിനെ കറി കണ്ടല്ലോ നല്ല തിക്കായിട്ടിരിക്കുക. ഇനി നമുക്കതിനെ സെർവ് ചെയ്യുന്ന ഒരു ബൗളിലേക്ക് മാറ്റാവുന്നതാണ്. ആ സെർവിങ് ബൗളിലേക്ക് മാറ്റി വെച്ചാൽ നമ്മുടെ ഈ മാങ്ങാക്കറി റെഡി ആയി കഴിഞ്ഞു. ഇതെന്ത് ടേസ്റ്റാണെന്നറിയാമോ ഇത് കഴിക്കാനായിട്ട്? ചോറിനൊപ്പം ഒരു അച്ചാർ ഇതിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ നമുക്ക് കഴിക്കാനായിട്ട്. കുട്ടിക്കാലം തൊട്ടേ നമുക്ക് അമ്മ തയ്യാറാക്കി തരുന്നതാണ്.
അതേ കൂട്ട് തന്നെയാണിത്. അമ്മ തയ്യാറാക്കുന്ന സെയിം കൂട്ടാണ്. ഈ രീതിയിൽ മാങ്ങാക്കറി നിങ്ങളും ഒന്ന് തയ്യാറാക്കി നോക്കിയേ. ചോറിനൊപ്പം ഇത് തയ്യാറാക്കി കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായങ്ങളൊന്ന് പറയണേ. ഇത് ടേസ്റ്റായിട്ട് നമുക്ക് തയ്യാറാക്കുന്ന സാധാ വെക്കുന്ന മാങ്ങാക്കറിയേക്കാൾ ഇത് ഭയങ്കര ടേസ്റ്റാണ്. ഇപ്പം മാങ്ങാ കാലവുമാണ്. മാങ്ങ കൊണ്ട് നമുക്ക് എന്തെല്ലാം വിഭവങ്ങൾ തയ്യാറാക്കാം. അത് നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തയ്യാറാക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ആരും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കണേ. ഈ മാങ്ങ കിട്ടുന്ന കാലമായത് ട്രൈ ചെയ്യാൻ മറക്കല്ലേ ആരും.